This is my house. Okay, this is my house. This is Deepayas Panikar, and inside my house. And what I have to tell you is, this is Olagatyamalam actually, Barnika village, Pallikal Naduvilemuri, Alapi district. Okay, and what I have to tell you is, there are some criminals in our society, everywhere actually. And these criminals will be doing certain things to loot insurance. This is happening everywhere, each moment, each second. Okay, so but we are not able to able to understand what they are actually doing. They are very secretive in nature, and so many these criminals are actually doing so many things to induce disease. Now started spraying smoke actually to burn my skin. Then what like these criminals will be applying laser onto my face to burn my skin. Then these criminals will apply laser onto my eyebrows to make my eyebrows. They will take my eyebrows and they will make my eyebrows thin by using this laser. And actually, and this is actually some application. These criminals are having some application in their mobile phone, which they operate coming near to my house actually, like not more than 50 meters. Within 50 meters only they can operate, not more than that actually. And these criminals will be always watching us, what we are doing, what we are eating, all these things. These criminals will be seeing actually. These criminals, and you have heard about hidden cameras, all these things. And for this purpose actually, these criminals will be seeing us, monitoring us, like Big Boss. These criminals are always scrutinizing us actually, what we are doing, what we are speaking, with whom we are speaking, our nature, whatever, how we are, how we react, all these things, so according to that, these criminals will try to induce disease. Okay, these criminals will induce disease according to that. ശരിക്കും പറയുവാണെങ്കിൽ നമ്മളെ ഇവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, നമ്മളുടെ ഓരോ മൂവ്മെൻറ്റ്സ്, നമ്മളെന്താണ്, നമ്മളുടെ റൊട്ടീൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളോട് ഇടപെടുന്നത്, നമ്മളുടെ റിയാക്ഷൻസ്, നമ്മളുടെ ആക്ഷൻസ്, റിയാക്ഷൻസ്, ഇതെല്ലാം ഇവർ ശ്രദ്ധിക്കും. എന്നിട്ടാണ് ഇവർ ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ഡിസീസ് തരണം. നമ്മൾ പിന്നെ ഓയിലി ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഇവർ ഇതാക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇവർക്ക് ഭയങ്കര പക്ഷേ ഇവരുടെ ഇത് ഭയങ്കര തെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോഴത്തേന് ഇവരങ്ങ് ബ്ലോട്ടിങ് ഗ്യാസ് അടിക്കുക, നമ്മളെ ഭയങ്കരമായിട്ട് വീർപ്പിക്കുക. അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ 3-4 പ്രാവശ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട്, 4-5 പ്രാവശ്യം. ഞാനൊക്കെ ഇവിടെ 2 പ്രാവശ്യമാണ് കഴിക്കുന്നത്. ഇപ്പം ലഞ്ചും ഡിന്നർ കുറച്ചാണ് കഴിക്കാറ്, വളരെ കുറച്ച്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ 3 പേര്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം കഴിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഡിന്നർ ആണെങ്കിൽ ശരി, 3 ഡിന്നർ ആണെങ്കിൽ ശരി, ലഞ്ച് ആണെങ്കിൽ ഒരു 3 സ്പൂൺ ചോറിന് കൂടുതൽ കഴിക്കാറില്ല. എന്നിട്ടാണ് ഇതെല്ലാം നമ്മളെ ചെയ്യുന്നത്. നമ്മൾ വെജിറ്റബിൾസൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. എന്നിട്ട് ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ഈ ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ച് വീർപ്പിക്കുക. ശരിക്കും പറയുകയാണ്, ബ്ലോട്ടിങ് ഗ്യാസ് കൊണ്ട് ഒരാളിനെ ട്രിപ്പിൾ ദ സൈസ് ആക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ സൈസിനെക്കാട്ടി ഒരു 3 ഇരട്ടി വലിപ്പം തോന്നുന്ന രീതിയിൽ, ബലൂൺ പോലെ. പിന്നെ ഇവർ നമ്മുടെ ചെസ്റ്റ് ടൈറ്റ്നെസ് ഉണ്ടാക്കുക, പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാക്കുക, അങ്ങനെ എന്തൊക്കെ ഇതുണ്ടോ അതെല്ലാം ഇവർ. അതുപോലെ നമ്മുടെ സയാറ്റിക് നെർവിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവർ ഗൈസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, ലേഡീസിനെ മിക്കതും ലെഫ്റ്റ് സൈഡിലാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. എന്നെ ലെഫ്റ്റ് സൈഡാണ്. അപ്പം നമുക്കതുകൊണ്ട് നന്നായിട്ട് അറിയാം കേട്ടോ, ലെഫ്റ്റ് സൈഡാണ് നമ്മൾ. അതുപോലെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു വെയിലത്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ അവിടെ നിന്നാലും നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കരമായിട്ട് ഇച്ചിരി സൂര്യപ്രകാശം അടിച്ചാൽ നമുക്കതൊരു കുറച്ചും കൂടെ കൂടുതലായിട്ട് തോന്നും. റൈറ്റിൽ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഇവർക്ക് എന്തോ ലെഫ്റ്റിൽ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്. അപ്പം നമുക്ക് ലെഫ്റ്റിൽ അടിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര സിവിയറായിട്ട് തോന്നുന്നുണ്ട്, മനസ്സിലായില്ലേ?
അപ്പം അതുപോലെ ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ബ്രെയിനിനെ ഇതാക്കാൻ അവിടെ നമ്മുടെ ബ്രെയിനിൻ്റെ ഈ നമ്മൾ വകുപ്പെടുക്കുന്ന സ്ഥലത്തോട്ട് ഇവരിങ്ങനെ ഇതടിക്കുക. അതുപോലെ എപ്പോഴും നമ്മളെ സോണിക് വെപ്പൺ ഉപയോഗിക്കും ഇവർ. സോണിക് വെപ്പൺ നിങ്ങൾക്കറിയാം, സൗണ്ട് വെച്ചാണിപ്പം കിഡ്നിയിലെ സ്റ്റോണൊക്കെ ഇതാക്കുന്നത്, പൊടിക്കുന്നത്. ലിത്തോട്രിപ്സി എന്നാണ് അതിന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം അന്വേഷിക്കാം. അപ്പം ഇത് ഇങ്ങനെയുള്ള ഈ സോണിക് വെപ്പൺ നമ്മുടെ തലയ്ക്കോട്ട് ഇവർ അടിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കപ്പോൾ നല്ല ഭയങ്കരമായിട്ട് തലവേദന, നമ്മുടെ സെർവിക്കൽ സ്പൈനിന് വേദന, അല്ലെങ്കിൽ ഇത് അടിക്കുന്നില്ല യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഈ സോണിക് വെപ്പൺ ഉപയോഗിച്ച് ഇവർ നമ്മളുടെ സ്കെലിറ്റൽ സ്ട്രക്ചർ മാറ്റും, നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ മാറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെലിറ്റലിൻ്റെ എന്ന് വെച്ചാൽ കൈഫോസിസ്, സ്കോളിയോസിസ് ഒക്കെ ഇവരുണ്ടാക്കും നിമിഷ നേരം കൊണ്ട്. ഞാനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ അമ്മയുടെ ഇതെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ളതായിരുന്നു. പോവാണോ? വോട്ടൊക്കെ ചെയ്തോ? അപ്പം നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൈഫോസിസ് ഒക്കെ എൻ്റെ അമ്മ ഞാനിവിടുന്ന് ഡൽഹിക്ക് പോകുമ്പോൾ ഒരു 2022 വളരെ പെർഫെക്റ്റായിട്ട് ഒരു വളവൊന്നുമില്ല. ഇപ്പോൾ 88 ഇയേഴ്സ് ആയി എന്നാൽ പോലും. അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങളാണ്. 2019 ഇവിടെ ഇതുപോലെ വെള്ളത്തിനകത്ത് എന്തൊക്കെയോ കലർത്തി ഇതാക്കാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ അമ്മയുടെ ഷുഗർ കുറയാതെയായി. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടന്നു. അപ്പോൾ അന്ന് നമുക്കിതൊന്നും അത്രയ്ക്കും അങ്ങോട്ട് അറിയത്തില്ല. എന്നിട്ട് ദിവസം പ്രതി ഇങ്ങനെ ഫേസൊക്കെ അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് വല്ലാതായി വരുമായിരുന്നു കേട്ടോ. ഫേസൊക്കെ ഭയങ്കര വല്ലാതായിട്ട് എണീക്കാൻ വയ്യാത്ത സ്ഥിതിയൊക്കെ ആയി. അങ്ങനെയാണ് പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ. അവൾ നമ്പർ 1 കള്ളിയാണ്. അവൾ വന്നിട്ട് ഇപ്പം തന്നെ കൊണ്ടുപോയി ഡ്രിപ്പൊക്കെ ഇട്ട്. അപ്പം നമുക്കൊന്നും അറിയില്ല, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഡ്രിപ്പ് ഇടുന്നു. പിന്നെ ഇവിടുന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി എൻ്റെ അമ്മയും കൊണ്ട് അങ്ങ് പോയിട്ട് പിന്നെ ഞാൻ കാണുന്ന ഒരു ജൂലൈ മാസത്തിലാണ്. ഇവിടുന്ന് പോകുന്നത് ഏപ്രിൽ എങ്ങാണ്ടാണ്. 3 മാസം കഴിഞ്ഞ് കാണുമ്പം നമ്മൾ ഇവിടുന്ന് കാണുന്നത് എൻ്റെ അമ്മ ഇവിടുന്ന് എങ്ങനെയാണോ പോയത് ആളേ അല്ല. പിന്നെ കാണുന്ന ടോട്ടലി ഡിഫറെൻ്റ് ഒരാളാണ്. അന്ന് പക്ഷേ നമുക്ക് ഇത്രയ്ക്കൊന്നും ഈ ഫോട്ടോസും എടുക്കണം എന്നൊന്നും ഉള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ അതുതന്നെയല്ല, നിങ്ങൾക്കറിയാം റബ്ബർ പ്ലാന്റ് ചെയ്തിരിക്കുന്നിടത്ത് ഇങ്ങനെ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ എടുക്കും അതിന്. അപ്പോൾ ഇങ്ങനെ കുഴിയായിട്ടും ഒക്കെയുള്ള സ്ഥലമാണ് അവിടെ. അതിൽ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ടാണ് നടന്നു വരുന്നത്. ഒരു കുഴപ്പമില്ല. നടന്നു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ ഒരു 50 ഇയേഴ്സ് പോലും പറയത്തില്ല. അന്നൊരു 81 ഒക്കെ ഉണ്ട്, 81, 82, 50 ഇയേഴ്സ് പോലും പറയത്തില്ല എൻ്റെ അമ്മയെ കണ്ടാൽ. പക്ഷേ അത് കഴിഞ്ഞങ്ങ് അതുപോലെ. അപ്പം എൻ്റെ കൂടെ വന്നൊരു ജോലിക്കാരനുണ്ട്. അയാൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, വലിയ മോളെ അമ്മയെ കണ്ടോ? സിനിമാ നടികൾ പോലും തോക്കുമല്ലോ എന്ന്. ശരിയാണ്, ഉള്ള സത്യമാണത്. എൻ്റെ അമ്മയെ കണ്ടിട്ട് നമുക്ക് അതിശയം വന്നു. എൻ്റെ അമ്മ അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഒത്തിരി ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുക, ഇങ്ങനെ വെള്ളത്തിൽ കൂടെ കലക്കി ഓരോന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്കും തരിക, ഞങ്ങൾ വാങ്ങിക്കുന്ന പാലിൽ. പിന്നെ നിങ്ങൾ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസിനെ ഇവരെങ്ങനെയാണ് എന്ന് നിങ്ങളിത് ഇതാക്കിയാൽ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ഇപ്പം ഡ്യൂസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. അതുപോലെ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ്, ഹവാന സിൻഡ്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പം അതിനകത്ത് ക്വാറ എന്ന് പറയുന്ന അതിനകത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് നമുക്ക് കിട്ടും. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കും, നമ്മുടെ കിടക്കുമ്പം നമ്മുടെ മാട്രസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ തല ഇങ്ങനെയൊക്കെ വരുമ്പം പിന്നെയാണ് നമ്മൾ അങ്ങനെ ഇതെന്താണെന്ന് ചോദിച്ചു നമ്മൾ ഗൂഗിൾ ചെയ്യാൻ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ ലേസർ വെച്ച് ഇങ്ങനെ പൊള്ളിക്കുക, നമ്മുടെ കൈ പൊള്ളിക്കുക, കാല് പൊള്ളിക്കുക, ദേഹം ഫുൾ പൊള്ളിക്കുക. ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഇവർ ക്രയോലൈസർ ഉപയോഗിക്കും വിൻ്ററിൽ. അങ്ങനെയൊക്കെ അതിനനുസരിച്ച് ക്ലൈമറ്റിനനുസരിച്ചാണ് ഇവർ ഈ ലേസേഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം ലേസർ തന്നെ ക്രയോ ലേസറും സാധാ ലേസേഴ്സും ഉണ്ട്, മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇതാണ്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഡിഫറൻസ് വന്നപ്പോഴാണ് നമ്മളിതെല്ലാം ഗൂഗിൾ ചെയ്ത് ഇതെന്താണ്. അതുപോലെ എനിക്ക് നല്ല സയൻസ് ബേസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാം സോണിക് വെപ്പൺ എന്താണെന്നും എല്ലാം അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ടേംസ് എല്ലാം അറിയാം, എന്താണെന്നും ഈ പ്രൊസീജിയേഴ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നമുക്കറിയാം.
അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇതാക്കിയപ്പം ഇവിടെ ഈ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് എഴുതിയിരിക്കുകയാണ്. അവർ പറയുന്നത് നെയ്ബേഴ്സാണെന്നാണ്. എൻ്റെ നെയ്ബർ ചെയ്യുന്നു, കാരണം ആ നെയ്ബറിനെ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നമ്മുടെ അധികം ദൂരത്തുനിന്നൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് നമുക്കെതിര്. നമ്മളിപ്പോൾ എവിടെ ദൂരെ പോയാലും ഈ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസിൻ്റെ പുറകിന് ഇവർ വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ ആ നെയ്ബേഴ്സിനെ പിടിക്കും ഇവന്മാർ. അങ്ങനെയാണ്.